ഫ്രീ ആയിട്ടൊരു ജോലിക്കാരി സ്വർണവുമായി വന്നേക്ക്. കൊള്ളാം, നല്ല ഒരു ഉപമയാണ്. മഹേഷൊക്കെ വായിച്ചോ? നമ്മൾ ജിജിയുടെ കമൻറ്റ് വായിച്ചോ? പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് വരുന്നതിനെ കുറിച്ച്. ഓക്കെ ഓക്കെ മഹേഷ്, പൊക്കോ. 3 മണിക്ക് പറ്റിയാ വരിക. കുറച്ച് സമയമെങ്കിലും കയറിയിട്ട് പോകാം. അറിയാമല്ലോ, ഗിരിജ സ്ട്രീം വേൾഡ്. ആർക്കൊക്കെ കയറാൻ പറ്റും, എല്ലാവരും വന്ന് നമ്മൾ പരസ്പരം പരിചയപ്പെടുത്തണം. അവിടെ കാണാൻ പറ്റുമെന്നോ അവർക്ക് വലിയ തിരക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ മതി. അതിൽ ഇന്നല്ലേ ഇനിയും ദിവസം ഉണ്ടല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് സമയമുള്ളപ്പം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് വരേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ഫ്രീ ഉള്ളപ്പോൾ അല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇന്നത്തെ കുട്ടികൾക്കൊക്കെ കുറച്ച് പഠിപ്പുണ്ട്, അതുപോലെ തന്നെ അവർക്ക് വിവരമുണ്ട്. എങ്ങനെയുള്ള ആളിനെ സെലക്ട് ചെയ്യണം എന്നൊക്കെ സംബന്ധിച്ച് അവർക്കും കുറേ തീരുമാനങ്ങളും ഒക്കെ ഉണ്ട്. പണ്ടത്തെ പോലെ പിന്നെ എന്തോന്ന്, നീ അവരുടെ കൂടെ കെട്ടിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കെട്ടയൊന്നുമില്ല. താങ്ക് യു. വളരെ നല്ല തീരുമാനമാണ് മഹേഷേ. കലക്കൻ അമ്മച്ചി വന്നു. ഇനിയിപ്പോൾ ഒരു ലൈക്ക് അടിക്കുക, പോവുക. ലൈക്ക് അടിച്ചിട്ട് പോയാൽ ലൈക്കും കൂടെ പിന്നെ കലക്കൻ്റെ പുറകെ നിന്ന് കലങ്ങി അങ്ങ് പോരും. ഗുഡ് മോർണിംഗ് കലക്കൻ ശൈലജ, സ്വാഗതം ലൈവിലേക്ക്. ഗുഡ് മോർണിംഗ്. കഴിച്ചോ? ശരിയാണ്. അത് നല്ലതാണ്, നല്ല കഴിവാണ് ശരിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യാൻ അപൂർവം ചില ആളൊക്കെ കഴിയുള്ളൂ. എൻ്റെ സ്റ്റോറിയും ഏറെക്കുറെ അതേപോലെ തന്നെ. ഞാൻ ഇഷ്ടപ്പെട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ്. അറേഞ്ചറൊന്നും അല്ലായിരുന്നു. ഹലോ ശൈലജ, എന്താണ് വിശേഷം? ഇപ്പം ലൈവിൽ വന്നൊന്നും സംസാരിക്കാറില്ലല്ലോ. ലൈവിൽ വന്ന് സംസാരിക്കില്ല, ഈ ലൈവിലുള്ള ആളുകളൊക്കെ പരിചയപ്പെടുന്നില്ല. അത് മതിയല്ലോ ജിജി. കറണ്ട് പോയോ? വൈഫൈ ആണോ ഉള്ളത്? നെറ്റ് വൈഫൈ ആണോ? ഓക്കെ മഹേഷ്. വൈഫിയുടെ ഈ ലൈവിലുണ്ടായിരുന്ന ഈ അഭിപ്രായം മാറ്റി പറയൂ. മഹേഷേ, ഈ ലൈവിൽ വൈഫോടെ ഉണ്ടായിരുന്നെങ്കിലേ ഈ അഭിപ്രായം അംഗീകരിക്കുമോ? പറഞ്ഞല്ലോ. അമ്പലത്തിൽ വന്നിട്ട് തിരിച്ചു പോയല്ലേ?